ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ മുതൽ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചവളവുകാണ്. ഇന്ന് കണക്കുട്ടിനെ ഹോസ്പിറ്റലൊക്കെ പോയി വന്നപ്പോഴേക്ക് ഇത്തിരി നേരം വൈകി. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ എന്ത് പിന്നെ ഹോസ്പിറ്റലിൽ കേസ് തന്നെ എപ്പോഴും കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അവന് മുറിക്കൊക്കെ നല്ല കുറവുണ്ട്. അപ്പോൾ വന്നിട്ട് ഇനി നമുക്ക് വേഗം ചോറുണ്ടാക്കണം കേട്ടോ. തലേ ദിവസത്തെ ചിക്കൻ്റെ കുറച്ച് ഇരിക്കുന്നുണ്ട്. കൂർക്ക ഞാൻ ഇന്നലെ രാത്രിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂർക്കപ്പേരി, വറുത്തരച്ച സാമ്പാർ, ഉള്ളി സാമ്പാർ, ഉള്ളിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഉണ്ടാക്കാനൊരു നേരം കിട്ടിയില്ല. അപ്പോഴേക്ക് ഞങ്ങൾ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പറ്റി തിരക്കിലായി. എന്താണ് നാവ് കൊടുക്കുന്നത്, നിസാർ ഹോസ്പിറ്റലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിസാർ ഹോസ്പിറ്റലാണ്. നല്ല മാറ്റം കേട്ടോ. അപ്പോൾ അതങ്ങനെ. അപ്പം ഇനി നമുക്ക് സംസാരിക്കാൻ കുറച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അവിടെ പണിക്കാരുണ്ട് അപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ അവരുടെ വിഷയവും ബഹളവും കാര്യങ്ങളൊക്കെ ആവും. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ബാ. അപ്പോൾ വേഗം തന്നെ നമുക്ക് പരിപ്പൊക്കെ കഴുകിയിട്ട് സാമ്പാറിനുള്ള പരിപാടി അങ്ങോട്ട് നോക്കാമെന്ന് വിചാരിച്ച് 2-3 പ്രാവശ്യമൊക്കെ പരിപ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം കുക്കറിലാകുമ്പോൾ പിന്നെ കഷ്ണങ്ങളൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് ഞാൻ ഒരൊറ്റ വിസിൽ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. ചില സമയങ്ങളിൽ ഞാൻ പല രീതിയിലും നമുക്ക് സാമ്പാർ ഉണ്ടാക്കാമല്ലോ. ഇന്നിപ്പോൾ വേഗം എളുപ്പം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിടാം കേട്ടോ. ഒരുപാട് കഷ്ണങ്ങളൊന്നും സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഉള്ളതിനനുസരിച്ചിടും, ഇല്ലെങ്കിൽ ഇല്ലാത്തതിനനുസരിച്ചിടും. ഇന്നിപ്പോൾ 2 തക്കാളി, 2 പച്ചമുളക്, പിന്നെ കുറച്ചധികം ചെറിയ ഉള്ളി എന്ന് വെച്ചാൽ ഉള്ളി സാമ്പാർ പോലെ റെഡിയാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞു. നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചുള്ളതുകൊണ്ട് തന്നെ വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഉച്ചയാകുമ്പോഴേക്കും അങ്ങോട്ട് റെഡിയാക്കിയാൽ നാളേക്ക് സാമ്പാർ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി അധികം എടുക്കുന്നുണ്ട് കേട്ടോ. നാളെ ഇഡ്ഡലിയാണ് രാവിലേക്ക് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇഡ്ഡലിയോ ദോശ. അപ്പോൾ പിന്നെ സാമ്പാർ ഇത്തിരി അങ്ങോട്ട് വറുത്തരച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിലേക്കുള്ള പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഒരൊറ്റ വിസിൽ മതി കേട്ടോ. എല്ലാം അടിപൊളിയായിട്ട് വെന്ത് കിട്ടിക്കോളും. വേഗം വേവണ സാമ്പാർ പരിപ്പാണ്. മറ്റേ എന്താ പറയുക, കല്യാണപ്പരിപ്പല്ല കേട്ടോ. എന്താ അതിന് വേറൊരു തുവരപ്പരിപ്പോ അങ്ങനെ എന്തുകൊണ്ടല്ലോ കുറച്ച് വേവുള്ള അതല്ല. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കുക്കറിൽ വെച്ചിട്ട് കൂർക്ക ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, നേരാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. എനിക്കില്ലേ ഇത്തിരി ഒരു സമയം കിട്ടുകയാണെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും മൂവി ഫോണിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ റീൽസൊക്കെ കാണുകയാണെങ്കിൽ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉണ്ടാക്കിയിട്ട് ആ പരിപാടി അങ്ങോട്ട് കഴിക്കും. അപ്പോൾ പിന്നെ നമുക്ക് വെറുതെ നിന്ന് ബോറടിക്കേണ്ട ആവശ്യമില്ല. ഈ മൂവി കാണുകയും ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസോ മൂവിയോ അല്ലെങ്കിൽ ഇപ്പോൾ പാട്ട് വെച്ചിട്ടാണെങ്കിലും ഈ ഇങ്ങനത്തെ എനിക്കിഷ്ടമില്ലാത്ത ഒരുപാട് നേരം നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ അരിയാനും പെറുക്കാനുള്ളതോ അല്ലെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി ഉണ്ടാക്കി വെക്കാനൊക്കെ കുറച്ച് ബൾക്കായിട്ട് അങ്ങോട്ട് ആക്കി വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങോട്ട് തലേ ദിവസം ആക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഉപ്പേരിയിലേക്കുള്ളതൊക്കെ നുറുക്കി റെഡിയാക്കി വെച്ചു. ഇപ്പുറത്തൊരു പാന് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി ഉലുവ പൊട്ടിച്ചു. ഇത് സാമ്പാറിലേക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നാളികേരം, 2 ചെറുള്ളി, വെളുത്തുള്ളി, പിന്നെന്തായിരുന്നു വേപ്പില, ഒരു കുഞ്ഞ് കായത്തിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ ഇടാം. ഇന്ത്യയിൽ ഇപ്പോൾ കായല്ല, കായപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ആ നാളികേരം ഒന്ന് മൂത്തൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിനകത്തേക്ക് സാമ്പാർ പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് അരച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാനിത് ആ കൂർക്കൊക്കെ കഴുകി വൃത്തിയാക്കി പാകത്തിന് വെള്ളം ഉപ്പൊക്കെ ആക്കിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നാളികേരം നമുക്ക് വേഗം അരച്ചെടുക്കാം. ഇവിടെ എപ്പോഴാണ് കറണ്ട് പോയി വരികയെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലമല്ല കേട്ടോ. ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും വരാൻ വേണ്ടിയിട്ട്. അതാണെങ്കിൽ നമ്മൾ കറക്റ്റ് അരയ്ക്കുന്ന സമയം, അല്ലെങ്കിൽ അരപ്പുള്ള സമയം അരയ്ക്കാൻ വേണ്ടിയിട്ട്, മാവൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതൊരു പോക്കാ പോയാൽ അതിൻ്റെ ഇഷ്ടത്തിനൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ പിന്നെ വേഗം ആ അരപ്പ് അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ അരപ്പും ഈ കൂർക്കപ്പേരി വേവിക്കേണ്ട സമയം എല്ലാം കൂടെ ആയപ്പോഴേക്കും നമ്മുടെ സാമ്പാറിൻ്റെ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് പാകത്തിന് പുളിയും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. പുളി എന്ന് വെച്ചാൽ ഒരു പുളി ഒഴിക്കില്ല, നമ്മുടെ ഇവിടെയൊക്കെ സാമ്പാറിൽ പുളി ഒഴിക്കും. അപ്പോൾ പാകത്തിന് പുളിയും ഗ്രേവിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് റെഡിയാക്കി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി ഉപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കണം. എനിക്കിപ്പോൾ എത്ര ഉപ്പ് നോക്കിയാലും ഉപ്പ് കുറവാകും കേട്ടോ. ഞാൻ ഇടുന്നത് ചിലപ്പോൾ അങ്ങോട്ട് കൂടുകയും ചെയ്യും. എനിക്ക് ഉപ്പില്ല തോന്നും. അപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ, കട്ടക്കായാണ് ഏറ്റവും ടേസ്റ്റ്, പക്ഷേ കട്ടക്കായം കഴിഞ്ഞ് പോയി. അപ്പോൾ ഞാൻ പൊടി ഇട്ട് കൊടുത്തു. ശ്രീദേവി
ആട്ടുകച്ചേരി ഒരു സ്ഥലത്ത് നടക്കുന്ന സമയം കൊണ്ട് നമ്മുടെ സാമ്പാറൊക്കെ നല്ലോണം പുളിവെള്ളമൊക്കെ തിളച്ച് റെഡിയായി വന്നപ്പോഴേക്കും ആ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അരപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇനി ബാക്കി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ കേട്ടോ. എന്താ വെച്ചാൽ ഒരു കുറച്ച് നേരം സമയം കിട്ടുകയാണെങ്കിൽ മോറാണ്ടെങ്കിൽ മോറി വയ്ക്കുക, തുടയ്ക്കുകയാണെങ്കിൽ തുടച്ച് വയ്ക്കുക. അപ്പോൾ അതാകുമ്പോൾ വേഗം നമുക്ക് കിച്ചണിലെ പരിപാടി എപ്പോഴും പറയണ പോലെ അങ്ങോട്ട് തീർന്നോളൂ. ഇതാണ്ടല്ലേ ഉപ്പിട്ടിട്ട് എനിക്ക് ഉപ്പില്ലാന്ന് തോന്നും. പിന്നെ അരപ്പൊക്കെ തിളച്ച് നമ്മുടെ സാമ്പാർ റെഡിയായി ലാസ്റ്റ് ഘട്ടത്തിൽ ഇത്തിരി മല്ലിച്ചപ്പും കൂടെ അങ്ങോട്ട് അതിൽ പിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊന്നുമക്കളെ സാമ്പാർ സീന്. ഇനി നമുക്കത് വേഗം വറുത്തിടാം കേട്ടോ. സാമ്പാർ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് യൂഷ്വൽ എപ്പോഴും വറുത്തിടുന്ന പോലെ തന്നെ കടുക്, പച്ചമുളക്, വേപ്പില അത്രയേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ പൊട്ടിയിട്ട് നമുക്ക് വേഗം അങ്ങോട്ട് കാച്ചാം, സാമ്പാർ കാച്ചാം. ആ സമയം കൊണ്ട് അപ്പുറത്ത് നമ്മുടെ കൂർക്കൊക്കെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സാമ്പാർ വറുത്തിടൽ കഴിഞ്ഞിട്ട് നമുക്ക് കൂർക്കയും കൂടെ അങ്ങോട്ട് വറുത്തിടാം കേട്ടോ. തന്നെ ഞാൻ വേറെ പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇപ്പോൾ കറിയൊക്കെ ആണെങ്കിൽ ഇത്തിരി നേരം അടച്ചു വെക്കാനൊരു സമയമൊക്കെ കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഉച്ചര മുക്കാലൊക്കെ ആയി. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും അപ്പടി മടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വേഗം ഫുഡ് കാര്യങ്ങളും ആക്കിയത്. ഞങ്ങൾ വരുമ്പോൾ പൊറോട്ടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിശപ്പ് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് എന്നാലും നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സമാധാനം ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ സാമ്പാറൊക്കെ ഒരു പാത്രത്തിൽ പകുത്ത് മാറ്റിയിട്ട് ഇപ്പുറത്ത് ഞാൻ നമ്മുടെ ഉപ്പേരി കുത്തി കാച്ചാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചു. കുറച്ചധികം ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ കുത്തി ചതച്ചതും വേപ്പിലയും അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പേരിയും കൂടെ അങ്ങോട്ട് കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കൂർക്കുപ്പേരിയുടെ കാര്യം പറയണ്ടല്ലോ, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അത്രയും ഇഷ്ടമുള്ളൊരു ഉപ്പേരി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഇല്ല, അത്രയും ഇഷ്ടമാണ്. കട്ടൻ ചായയും കൂർക്കുപ്പേരിയൊക്കെ കഴിച്ചിട്ടുണ്ടാ, അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ കൂർക്ക അങ്ങോട്ട് നല്ല എനിക്കിവിടെ കുത്തി കാച്ചണം കേട്ടോ. ഈ കടുക് മാത്രം ഇട്ടുള്ള ഉപ്പേരി എനിക്കിഷ്ടമല്ല. ഉള്ളിമുളകും കുത്തി കാച്ചി ഉപ്പേരിയാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഉപ്പേരി റെഡിയായി, സാമ്പാർ റെഡിയായി. വേറെ ബാക്കി ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ കയ്യോടെ അങ്ങോട്ട് കഴുകി വെച്ചു. അപ്പോൾ ആ ഉള്ളി മൂക്കണ സമയം കൊണ്ട് ഞാൻ 4 കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള സമയം പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളതും കൂടെ കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ കിച്ചൺ അങ്ങോട്ട് അലമ്പായി കിടക്കും. ഒരുപാട് കഴുകാനും പിന്നെ അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അവിടുന്ന് അപ്പപ്പം കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകിയിട്ട് അതാത് സ്ഥലത്ത് ആക്കി വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ കുറേ സ്പേസ് ഉള്ള പോലെ തോന്നും. മറ്റേത് എല്ലാ പാത്രത്തിലും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ അങ്ങനെ വെക്കണത് എനിക്ക് കണ്ടുകൂടാ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറ്റി അതാത് സ്ഥലത്ത് കഴുകി കമത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലേ ദിവസത്തെ ചിക്കൻ ഇരിക്കേണ്ട ഇത്തിരി. അപ്പോൾ അതും കൂടെ നമുക്ക് ഒന്നും ഇങ്ങോട്ട് ഉണ്ടാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയിൽ ഇത്തിരി വെള്ളം കൂടെ അങ്ങോട്ട് വറ്റാൻ വേണ്ടിയിട്ടുണ്ട്. ഉപ്പേരിയുടെ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തലേ ദിവസത്തെ ചിക്കൻ പെരട്ട് സീനായിരിക്കും. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു, കേടോ ഒന്നുമില്ല. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് വരട്ടിയെടുത്താൽ കൂടുതൽ സാമ്പാർ, കൂർക്കപ്പേരി, ചിക്കൻ പെരട്ടിൻ്റെ പൊന്നോ വേറെ ഒന്നും വേണ്ട. ഉപ്പേരിയും വേറെ പാത്രത്തിലാക്കി മാറ്റി വെച്ചു കേട്ടോ. ഇനി നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ എന്താക്കി വെച്ചാൽ വേഗം അടിച്ച് വാരി തുടങ്ങിയപ്പോഴേക്കും നമുക്ക് ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. എൻ്റെ ഇടയിൽ കണക്കുട്ടി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പൂജയ്ക്ക് എനിക്ക് വിശക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ കഴിക്കാൻ വേണ്ടി മെനക്കെട്ടിട്ടില്ല. വേഗം ഞാൻ അടിച്ച് വാരി അങ്ങോട്ട് തുടക്കാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ കയ്യോടെ അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആ വഴിയാൽ പിന്നെ ഇനിയിപ്പോൾ 4:30 4:45 ആകുമ്പോഴേക്കും ഹറിബറി ആയിരിക്കും. ആ കൂടെ തിരക്കായിരിക്കും, വിളക്ക് വെക്കണമല്ലോ, പിന്നെ ഒരു വെപ്രാളായിരിക്കും. അപ്പോൾ അതിന് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ നേരത്തെ കാലത്ത് അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ പിള്ളേരെ പണിയാണ് ഈ നുറുക്കിയിട്ടിരിക്കുന്നുണ്ടോ, ഇതൊക്കെ നുറുക്കിയിട്ടിട്ട് അവരെവിടെയെങ്കിലും ഈ കീരി പൂത്തണ പോലെ സാധനം എടുത്ത് പൂത്തില്ലേ, നൊച്ചനും ഇലയൊക്കെ അതുപോലെ എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കും. എന്നിട്ട് ഞാൻ അടിച്ചു വരണ സമയത്ത് ഇതൊക്കെ കറക്റ്റ് എനിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി റെഡിയാക്കി എടുത്തു. ഡെയിലി തുടയ്ക്കണോണ്ട് തന്നെ നമുക്ക് എല്ലാണ്ട് അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ കണ്ണൻകുട്ടി പുറത്ത് പോകാത്തതുകൊണ്ട് ചളി കാര്യങ്ങളോ അലമ്പൊന്നുമില്ല. മറ്റേ ഫുട്ബോൾ കളിച്ച് ഒരേറ്റ കയറും. ഞാൻ അവനെ കൊണ്ട് തന്നെ തുടപ്പിക്കും അങ്ങനെ സമയത്ത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇപ്പോൾ ചെയ്യാറില്ല. ഇപ്പോൾ പിന്നെ പോകാനും പറ്റണില്ലല്ലോ കളിക്കാൻ. അതുകൊണ്ട് പിന്നെ വലിയ അലമ്പും കാര്യങ്ങളൊന്നും വീട്ടിലില്ല. എന്നാലും ഡെയിലി തുടച്ചിട്ടില്ലെങ്കിൽ വൈകുന്നേരമായിട്ട് തുടച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേട്, എന്തോ ഒരു മിസ് ചെയ്യണ പോലെ തോന്നും നമുക്ക്. അയ്യോ അങ്ങോട്ട് ചെയ്താൽ മതിയായിരുന്നു തോന്നും ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ പിന്നെ ആദ്യം ആ ഒരു തോന്നൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലായിടും അടിച്ചു വാരി ഇനി ടപ്പേന്ന് നമുക്ക് പോയിട്ട് തുടച്ചെടുക്കാം കേട്ടോ. തുടയ്ക്കാൻ എപ്പോഴും പറയണ പോലെ തന്നെ നമുക്കിപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ തുടയ്ക്കുമ്പോഴാണ് ഒരുപാട് മല്ല് കെട്ടി തുടക്കേണ്ടി വരിക. അത് ഡെയിലി തുടയ്ക്കുമ്പോൾ ഒരു സീനും ഇല്ല, അങ്ങനെ കരടോ ചളിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് ഒരൊറ്റ തുടച്ചങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ഇനി വയ്യാത്ത സമയമാണെങ്കിൽ എനിക്ക് പീരീഡ്സ് അത്രയും വയ്യ, ഇപ്പോൾ ഞാനും പൂജയ്ക്കൊക്കെ ഒരുമിച്ച് പീരീഡ്സൊക്കെ ആവുകയാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം തുടയ്ക്കായിരിക്കും തുടച്ചില്ലാന്നും വരും കേട്ടോ. പക്ഷെ വയ്ക്കുന്ന സമയത്ത് നമ്മളത് കറക്റ്റ് ചെയ്യും. അല്ല ഡെയിലി തുടച്ചേ ഞാൻ കിടക്കുമെന്നല്ല, നമ്മുടെ ഹെൽത്തിനനുസരിച്ച് മിക്കവാറും ചെയ്യും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഷൂറാക്ക് ഞാനന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ചെരുപ്പിൻ്റെ, ഇത് വാങ്ങിയാൽ വലിയ 200 സംതിങ് ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല വൃത്തിയാണ് നമ്മുടെ വീട്ടിൽ. ഇത് കുറച്ച് മുന്നത്തെ വ്ളോഗാണ് കേട്ടോ. കുറച്ച് മുന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരാഴ്ച മുന്നത്തെയാണോ തോന്നുന്നു ഞാൻ വ്ലോഗ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എടുത്തത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് മൊത്തത്തിൽ ആ പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടിപ്പോയിട്ടില്ല. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്, പുല്ലൊക്കെ വെട്ടി വൃത്തിയായിട്ടുണ്ട്. അപ്പം മുന്നത്തെ വ്ലോഗായ കാരണമാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലായിടും അടിച്ച് വാരിയിട്ട്. അപ്പോൾ ഷൂറാക്കിൻ്റെ കാര്യം പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല യൂസാണ് അത്. വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയായി കിടക്കും. മറ്റേത് എൻ്റെ ചെരുപ്പ് ഇവിടെ, കണക്കുട്ടിയുടെ ചെരുപ്പ് അപ്പുറത്ത്, പൂജോൻ്റെ ചെരുപ്പ് നടുക്കൽ, ഇതൊക്കെ കൂടെ വിളക്കൊളുത്തുന്ന സമയത്ത് ഇങ്ങനെ അങ്ങനെ പാറി പറന്നിട്ടായിരിക്കും. എന്നിട്ട് ഇത് ഒതുക്കി പെറുക്കി വെക്കുകയാണ് എൻ്റെ പണി. എന്നിട്ട് വേഗം പോയി ഒരു മേലെഴുകൽ അങ്ങോട്ട് പാസ്സാക്കിയിട്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞൊരു വ്ളോഗേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എടുത്തിട്ടില്ല. അതെന്തോ ഫോണിൻ്റെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടോ അങ്ങനെ എന്തോ നമ്മുടെ ഫോണ് ഹാങ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഇത്രയേ ഉള്ളൂ, കുഞ്ഞു വ്ളോഗാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഹൈപ്പ് അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഹൈപ്പ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു ഷോർട്സ് ആയിട്ടോ വീഡിയോ ആയിട്ടോ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാമായിരുന്നെങ്കിലും കുറച്ചും കൂടെ ഉപകാരമായിരുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.